കൂട്ടരെ, നിങ്ങളെ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട മജീദിൻ്റെയും സുഹറയുടെയും ക്ലാസ് മുറിയിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ്. അവരുടെ അധ്യാപകൻ പിഷാരടി മാഷ് കണക്ക് പഠിപ്പിക്കാനായി അതാ ക്ലാസ് റൂമിലേക്ക് പോവുകയാണ്. വരൂ, നമുക്കും അവിടേക്കൊന്ന് പോയി നോക്കാം. നമസ്തേ നമസ്തേ. എല്ലാവരും ഇരിക്കി. സുഹറ, ഹാജർ. നാരായണി, ഹാജർ. ഹനീഫ, ഹാജർ. അബ്ദുൽ റഷീദ്, ഹാജർ. മണ്ടശിരോമണി, ഹാജർ. നമുക്കിന്ന് ലേശം കണക്ക് പഠിച്ചാലോ? രണ്ടേ കൂട്ടണം രണ്ട്. ഹനീഫ പറയും. 4 സാർ. മൂന്നേ കൂട്ടണം രണ്ട്. സുഹറ പറയും. 5. അടുത്ത ചോദ്യം മണ്ടശിരോമണിയോട്. 1 കൂട്ടണം 1. പറ മണ്ടശിരോമണി, പറ. ഒരു ചെറിയ തോടും വേറൊരു ചെറിയ തോടും കൂടി കൂടുമ്പോൾ ഇമ്മിണി ബല്യൊരു തോടും. അപ്പോൾ രണ്ടൊന്ന് കൂടുമ്പം ഇമ്മിണി ബല്യൊന്ന്. മജീദ്, നീ മണ്ടശിരോമണി തന്നെ. നിനക്ക് ഞാൻ ഇമ്മിണി വലിയ സമ്മാനം തരാം. 1 1 2. മനസ്സിലായോടാ മണ്ടശിരോമണി? ഇരിക്കവിടെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടാ. ഉമ്മ ഈ ചടി കിട്ടിയമ്മ, ഇന്റെ കണക്കൊന്നും ശരിയാവണില്ല. അടി കിട്ടിയ മജീദിനെ അവന്റെ ഉമ്മ സമാധാനിപ്പിച്ചു. ഞാൻ സ്കൂൾക്ക് വരുന്നില്ല. കണക്കൊന്നും അറിയുന്നില്ല. അങ്ങനെ പറയില്ലേ. ഇജ് നാളെ മുതൽ ഇൻ്റെ അടുത്ത് വന്നിരുന്നോ. കണക്കുകളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇജിന്റെ നോക്കിയിരിക്കോ. അങ്ങനെ ചെയ്യാട്ടോ. ആ ശരി. അടുത്ത ദിവസം മജീദും സുഹറയും ക്ലാസ്സിലെത്തി. മജീദിനെ സുഹറ തൻ്റെ അടുത്തിരുത്തി. മജീദ് സുഹറയുടെ പുസ്തകത്തിൽ നോക്കി അവൻ്റെ കണക്കുകളെല്ലാം ശരിയാക്കി. മജീദിന് എല്ലാ കണക്കുകളും സുഹറ കാണിച്ചു കൊടുത്തു. പതിവ് പോലെ അധ്യാപകൻ ക്ലാസ്സിലെത്തി. എല്ലാരും എത്തിയില്ലേ? ഇന്നലത്തെ കണക്കൊക്കെ ചെയ്തു കുട്ടികളെ? മജീദേ, ഇങ്ങോട്ട് ഇവിടെ വന്ന. അന്നു മുതൽ പിന്നീടൊരിക്കലും മജീദ് അടി വാങ്ങിയില്ല. സുഹറ കാരണം മജീദിൻ്റെ കണക്കുകളെല്ലാം ശരിയാവാൻ തുടങ്ങി. പിന്നീട് മജീദ് ക്ലാസ്സിലെ ഒന്നാമനായി. മജീദിനെ മാഷ് അഭിനന്ദിക്കുകയും മജീദിൻ്റെ സന്തോഷം കണ്ട് സുഹറ സന്തോഷിക്കുകയും ചെയ്തു.